യോഹന്നാൻ സുവിശേഷത്തിൽ ശമര്യക്കാരിയായ സ്ത്രീയോട് യേശു ഇങ്ങനെ മറുപടി പറയുന്നുണ്ട്. നിന്നോട് വെള്ളം ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നുവെന്ന്. യേശുവിനെ കുറിച്ച് അറിയുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. എന്നാൽ യേശുവിനെ കുറിച്ചുള്ള അറിവിനപ്പുറത്ത് യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നമ്മുടെ അകത്ത് ലഭിക്കുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളതോ പ്രസംഗിച്ച് കേട്ടിട്ടുള്ളതോ ആയ യേശുവിനെ അല്ല, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം. നമ്മൾ അവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ നമ്മുടെ പല പ്രശ്നങ്ങളും തീരുമെന്നിരിക്കെ അവനെ മനസ്സിലാക്കാൻ കഴിയാതെ നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുന്നത് എത്രയോ നിർഭാഗ്യകരമായ അനുഭവങ്ങളാണ്. ഈ ശമര്യ സ്ത്രീ യേശുവിനെ ആദ്യം മനസ്സിലാക്കുന്നത് അവൻ ഒരു യഹൂദനാണ് എന്നുള്ളതാണ്. എന്നാൽ തുടർമാനമായ പ്രവചന ശബ്ദത്തിലൂടെ അവനൊരു പ്രവാചകനാണ് എന്ന് ആ ശമര്യ സ്ത്രീ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഒടുവിലായി സംസാരത്തിലൂടെ അവൻ ഇനി ഒരു ക്രിസ്തു ആയിരിക്കുമോ എന്ന് ആ വെളിപ്പാട് അവളുടെ ഉള്ളിലേക്ക് കത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. യേശുവിനെ ക്രിസ്തു എന്ന് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. യേശുവിനെ ക്രിസ്തു എന്ന് തിരിച്ചറിയുന്ന വെളിപ്പാട് ലഭിക്കുന്നവന്റെ ജീവിതം മാറും. യേശുവിനെ യോഹന്നാൻ സ്നാപകനെന്നും യെശയ്യാ പ്രവചകനെന്നും മോശയെന്നും ഏലിയാവെന്നും ചിത്രീകരിക്കുന്ന ഒരു ജനസമൂഹത്തിന്റെ മധ്യത്തിൽ വെച്ച് യേശു പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? പത്രോസ് പറയുന്ന ഒരു മറുപടിയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. യേശു പറയുന്നു, ഈ വെളിപ്പാട് നിനക്ക് തന്നത് പിതാവായ ദൈവമാണ്. യേശുവിനെ ക്രിസ്തുവാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന വെളിപ്പാട് നമ്മളിലേക്ക് തരുന്നത് പിതാവാണെങ്കിൽ ആ ഒരു ചിന്തയിലേക്ക്, വെളിപ്പാടിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന അനുഭവങ്ങൾ സംഭവിക്കട്ടെ. വർഷങ്ങൾക്ക് മുൻപ് 2 ലക്ഷത്തിൽ അധികം ഇസ്രായേൽ ജനത്തെ ഒരു പാറയിൽ നിന്ന് അവനായി വെളിപ്പെട്ട് ജലത്തെ തുറന്നുകൊടുത്ത് പരിപോഷിപ്പിച്ച ആ ക്രിസ്തുവാണ് ഇന്ന് അവരുടെ മുമ്പിൽ വെളിപ്പെട്ട് ഒരല്പം ദാഹജലം ചോദിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 10-4 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തു തന്നെ ആണെന്നേ. അതൊരു വെളിപ്പാടാ. പഴയ നിയമ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ലഭിക്കാതിരുന്ന ഒരു വെളിപ്പാട് അന്ന് പൗലോസിന് വെളിപ്പെട്ട് കിട്ടിയത് ആ പാറ ക്രിസ്തു ആയിരുന്നു എന്നുള്ളത്. ഈ ശമര്യ സ്ത്രീയും ജീവിച്ചിരുന്നത് പഴയ നിയമ പ്രമാണ പശ്ചാത്തലത്തിലാണെന്നിരിക്കെ ലക്ഷക്കണക്കിന് ആളുകൾ അനുഭവിച്ചതും അവരെ അനുഗമിച്ചതുമായ ഒരു പാറ ക്രിസ്തുവാണെന്നൊരു തിരിച്ചറിവ് അന്ന് അവർക്ക് ലഭിക്കാതിരുന്നപ്പോൾ പഴയ നിയമത്തിൽ വെളിപ്പെടാതിരുന്ന പല വെളിപ്പാടുകളും പല മർമ്മങ്ങളും പുതിയ നിയമത്തിൽ വെളിപ്പെട്ടു വരുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതുവരെ യേശുവിനെ മനസ്സിലാക്കിയതിനപ്പുറത്ത് ക്രിസ്തുവാണെന്ന യഥാർത്ഥ തിരിച്ചറിവ് ലഭിച്ച് ജീവിതത്തെ സമ്പൽ സമൃദ്ധമാക്കുവാൻ നമുക്ക് കഴിയട്ടെ. പഴയ നിയമത്തിൽ അവർ അനുഭവിച്ചത്, അവരെ അനുഗമിച്ചത്, എന്നാൽ അതിനെ തിരിച്ചറിയാൻ അന്ന് അവർക്ക് കഴിയാതിരുന്നപ്പോൾ വെളിപ്പാട് ലഭിച്ച പൗലോസ് എഴുതി ചേർത്ത് വെച്ചിരിക്കുകയാണ് ആ പാറ ക്രിസ്തു തന്നെയെന്ന്. ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് ഒരു വെളിപ്പാടായി നമ്മുടെ അകത്ത് ലഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പല അനുഭവങ്ങളും മാറും, വേദനകളും മാറും, നിരാശകളും മാറും, പുതിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുറന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. യേശുവിനെ ക്രിസ്തു എന്ന് മനസ്സിലാക്കി അവനെ അനുഭവിച്ച് അനുകരിച്ച് അനുഗമിപ്പാൻ നമുക്ക് കഴിയട്ടെ. ആരും പറഞ്ഞു കേട്ടുള്ള അറിവല്ല, വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ് ക്രിസ്തുവിനെ മനസ്സിലാക്കാനുള്ള ഒരു സാധ്യതകളും സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലും ദൈവം തുറന്നു തരട്ടെ. ഒരു വലിയ സാക്ഷ്യമായി, സന്തോഷമുള്ള അനുഭവങ്ങളായി നിങ്ങളുടെ ജീവിതത്തെ ആ ക്രിസ്തു എന്ന വെളിപ്പാട് മാറ്റിയെടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.